നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്കുള്ള ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഓരോ റേഷൻ കാർഡിനും പ്രത്യേകമായിട്ടുള്ള വിഹിതങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം 4/10/2025 അതായത് ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. 2025 ഒക്ടോബർ, നവംബർ, ഡിസംബർ ക്വാർട്ടറിൽ വൈദ്യുതി ഉള്ള വീടുകളിലെ AY കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും PHH അതുപോലെ തന്നെ NPS NPNS കാർഡുകൾക്ക് 0.5 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത NE വീടുകളിലെ കാർഡുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്ത്യോദയ അന്ന യോജന അതായത് AY കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കും. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലാണ് ലഭിക്കുക. NPNS നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. NPNS വെള്ള കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. അതുപോലെ തന്നെ പൊതുവിഭാഗമായിട്ടുള്ള NPI കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, റേഷൻ സ്ഥിരമായി വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടും. ഇത്തരത്തിൽ സ്ഥിരമായി റേഷൻ വാങ്ങാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 61,730 കുടുംബങ്ങളെയാണ് മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. മലപ്പുറത്ത് മാത്രം 2,363 കുടുംബങ്ങളെയും PHH, AY, NPS എന്നീ മുൻഗണനാ വിഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. 3 മാസത്തിലേറെ തുടർച്ചയായി റേഷൻ വാങ്ങാത്തതിൻ്റെ പേരിലാണ് ഇത്രയും പേർ പുറത്തായിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ വിശദമായ അന്വേഷണം നടത്തിയാണ് നടപടി സ്വീകരിക്കുന്നത്. ഇവരുടെ മുൻഗണനാ റേഷൻ കാർഡുകളെല്ലാം തന്നെ ഇതിനകം മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറി. 1000 ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള വീട്, 1 ഏക്കറിലേറെ ഭൂമി, 25,000 രൂപയിലധികം മാസവരുമാനം, ടാക്സി ഒഴികെയുള്ള 4 ചക്ര വാഹനം എന്നിവയുള്ളവരാണ് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഇല്ലാത്തവർ. AY വിഭാഗത്തിന് പ്രതിമാസം 30 കിലോ അരിയും PHH വിഭാഗത്തിന് ആളൊന്നിന് 4 കിലോ അരിയും സൗജന്യമായാണ് ലഭിക്കുക. NPS വിഭാഗക്കാർക്ക് ആളൊന്നിന് 2 കിലോ അരി 4 രൂപ എന്ന തോതിൽ ലഭിക്കും. മുൻഗണനേതര വിഭാഗക്കാർക്ക് 5 കിലോ അരിയാണ് ലഭിക്കുക. കിലോഗ്രാമിന് 10 രൂപ 90 പൈസയാണ് ഇതിന് നൽകേണ്ടത്. മുൻഗണനാ വിഭാഗത്തിന് നിരവധി ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ, അതുപോലെ തന്നെ മറ്റ് സർക്കാർ സഹായങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റേഷൻ കാർഡ് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി തന്നെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.